എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആഹാരത്തിൽ രണ്ടാമത്തെ വിഭാഗത്തിനെ കുറിച്ച് നമുക്ക് പറയാം. നമുക്കറിയാം, രാജസീയ ഗുണം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ മാനസിക നിലയിൽ, ശരീരപ്രകൃതിയിൽ മാറ്റമുണ്ടാവും. അതായത് ആയുസ്, മനഃശക്തി, ദേഹബലം, ആരോഗ്യം, സുഖം, പ്രീതി എന്നുള്ളതിൽ നമുക്ക് ശാശ്വതമായ നിലയിൽ നിൽക്കാൻ സാധിക്കില്ല. അതിന് ഇടയ്ക്കിടെ പ്രശ്നങ്ങളിലേക്ക് വരാൻ സാധിക്കും. അഥവാ ഇൻ്റലിജൻസ് ലെവലിലേക്ക് പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ബ്രാഹ്മണ ഗുണങ്ങളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നർത്ഥം. നമുക്കറിയാം, അവരേത് തരത്തിലുള്ള ആഹാരമാണത്. കഡ്വം ലലവണാത്യുഷ്ണ തീഷ്ണരൂക്ഷ വിദാഹിന ആഹാര രാജസേഷ്ഠ്യ ദുഃഖ ശോകമയപ്രദ. എരിവും പുളിയും ഉപ്പും ഏറ്റവും ചൂടും വരൾച്ചയും ദാഹവുമുള്ള ആഹാരങ്ങൾ ഏതൊക്കെയാണ്? എരിവ്, പുളി, ഉപ്പ്, ഏറ്റവും ചൂടുള്ളത്, വരൾച്ചയുള്ളത്, ദാഹവുമുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ അത്തരത്തിലുള്ള ആഹാരത്തെ രാജസപ്രിയങ്ങളാണെന്ന് പറയും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ രാജസീക ഗുണത്തിലേക്കാണ് വരിക. അതിനർത്ഥം കഡ്വംള ലവണാത്യുഷ്ണ തീഷ്ണരൂക്ഷ വിദാഹിന ആഹാര രാജസേഷ്ഠ ദുഃഖ ശോകമയാപ്രദ. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? അത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിനും മനസ്സിനും എന്താ ഉണ്ടാവുക? ദുഃഖം, ശോകം, രോഗം. ദുഃഖം, ശോകം, രോഗം ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്കൊരിക്കലും നമ്മൾ ബ്രാഹ്മണ തുല്യത്തിലേക്ക്, സന്യാസി തുല്യത്തിലേക്ക്, ഋഷിവര്യന്മാരുടെ പരമ്പരയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. ഇൻ്റലിജൻസ് ലെവലിലേക്ക് എത്താൻ സാധിച്ചു എന്ന് വരില്ല. അതാണ് രാജസപ്രിയങ്ങളായിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം. നന്ദി, നമസ്കാരം.